ഡ്രോണുകളെ ആക്രമിച്ച് കൊല്ലാൻ പാകത്തിലുള്ള ലേസർ ടാങ്ക് പ്രതിരോധ സംവിധാനം തുർക്കി പരീക്ഷിച്ച് വിജയിച്ചു. അതിൻ്റെ പ്രദർശനം കഴിഞ്ഞ ദിവസം തുർക്കി നടത്തി എന്നൊരു പ്രത്യേകത. ലോകത്ത് ആദ്യമായിട്ടാണ് ലേസർ ടാങ്ക് സംവിധാനം തുർക്കി പരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ തുർക്കിയുടെ കൈവശത്തിൽ മാത്രമാണ് ലേസർ ടാങ്ക് സംവിധാനം ഉള്ളത് എന്ന് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ജൂലൈ 22 മുതൽ 27 വരെ ഇസ്താംബൂളിൽ നടത്തിയിരിക്കുന്ന അന്താരാഷ്ട്ര വ്യവസായ മേളയിലാണ് തുർക്കി ഇത് പ്രദർശിപ്പിച്ചത്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചും ഇലക്ട്രോണിക് മാഗ്നറ്റിക് ലേസർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും നിയന്ത്രിക്കാനും ആക്രമണം നടത്താനും പാകത്തിലുള്ള സംവിധാനമാണ് ലേസർ ടാങ്കുകൾക്ക് ഉള്ളത് എന്ന് ചുരുക്കം. പല തരത്തിലും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങൾ, രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ആകാശ യുദ്ധങ്ങളാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചോ മിസൈലുകൾ ഉപയോഗിച്ചിട്ടോ ആണ് ആക്രമണം നടത്തുന്നത്. പ്രതിരോധ സംവിധാനങ്ങൾ പല ഘട്ടത്തിലും തകർന്നു പോകുന്നുണ്ട്. പല ഘട്ടത്തിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന മിസൈലുകളെ കണ്ടെത്താനും സാധിക്കുന്നില്ല. അങ്ങനത്തെ കുറേ പരാതികളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ പരിമിതികളൊക്കെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ് തുർക്കി ഇതിനെ രൂപകൽപ്പന ചെയ്തത്. അൽക്ക കപ്ലാൻ ദി ഡ്രോൺ കില്ലർ എന്ന പേരിലാണ് അവർ പുറത്തിരിക്കുന്നത്. ആയുധ മുന്നേറ്റം നടത്തുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും തുർക്കി ഒരുപടി മുന്നിൽ ഉണ്ടാവാറുണ്ട്, കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിലും. ലേസർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകളെ വളരെ കൃത്യമായ രീതിയിൽ വേട്ടയാടി നശിപ്പിക്കാൻ വേണ്ടി ഇതിന് സാധിക്കും എന്നാണ് ഇതിന്റെ പ്രത്യേകത. ലോകത്തിലെ ആദ്യത്തെ ലേസർ ടാങ്കാണ് ഇപ്പോൾ തുർക്കി പുറത്തിറക്കിയിരിക്കുന്നത്. മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണും വലിയ രീതിയിൽ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡ്രോണിന്റെ നിരീക്ഷണത്തിൽ അവർ ലോകത്തെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. കഴിഞ്ഞ വർഷം ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്കുള്ള യാത്രാ മധ്യേ 2 ഹെലികോപ്റ്ററിൽ ലക്ഷ്യസ്ഥാനത്തെത്തുകയും ഒന്നിനെ കാണാതാവുകയും ചെയ്തു. കാണാതായതിലാണ് ഇസ്രായേലിന്റെ പ്രസിഡന്റും ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയും സഹമന്ത്രിമാരും അടക്കമുള്ള ഉന്നത സംഘം ഉണ്ടായിരുന്നത്. ഈ ഹെലികോപ്റ്റർ എവിടെ തകർന്നു വീണു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ലാതെ നിന്ന സമയത്ത് ഇറാൻ അമേരിക്കയോട് ഈ കാര്യത്തിൽ ഡ്രോൺ അയച്ചുകൊണ്ട് തങ്ങളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. പിന്നീട് ആ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും അമേരിക്ക സഹായിച്ചിട്ടില്ല. പകരം ആ ഉത്തരവാദിത്വം തുർക്കി ഏറ്റെടുക്കുകയും തുർക്കിയുടെ അതിശക്തമായിരിക്കുന്ന ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർന്ന ഹെലികോപ്റ്ററിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അങ്ങനെ അവിടേക്ക് സൈനികർ ഇറങ്ങിയ സമയത്താണ് ഹെലികോപ്റ്റർ തകർന്ന് കിടക്കുന്നതും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചു കിടക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതോടുകൂടി ഈ മേഖലയിൽ ഡ്രോണിനുള്ള അല്ലെങ്കിൽ ഈ തുർക്കിക്കുള്ള സ്വാധീനം വളരെ വലുതാണ് എന്ന് ലോകം അംഗീകരിക്കപ്പെട്ടത് അങ്ങനെയാണ്. ഇപ്പം നിലവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേസർ ടാങ്ക് സംവിധാനങ്ങൾ തുർക്കി ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ പാക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി പ്രതിരോധ സഹായങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു. തുർക്കിയുടെ പ്രതിരോധ സംവിധാനത്തെ പോലും തകർത്ത് എറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ കൈവശത്തിൽ അതിമാരകമായിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആ സമയത്ത് മാത്രമാണ് പാകിസ്ഥാനും ചൈനക്കും അതോടൊപ്പം തന്നെ തുർക്കിക്കും കിട്ടുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് വലിയ മാനക്കേട് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നൽകിയത് തുർക്കിക്കും ഉണ്ടായിട്ടുണ്ട്. അൽക്ക കപ്പലാൻ ഡയറക്റ്റ് വീപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം കാര്യത്തിൽ നമ്മൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ള നിലപാട് ആ സമയത്ത് തന്നെ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ അവർ അതിനെക്കുറിച്ചുള്ള വലിയ പരീക്ഷണങ്ങളും വലിയ പഠനങ്ങളും നടത്തി അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രാദേശികമായ രീതിയിൽ വികസിപ്പിച്ചു എന്ന തരത്തിൽ ലേസർ ടാങ്ക് സംവിധാനങ്ങൾ പുറത്തുവിടുന്നത്. അതിന് എല്ലാവിധ ഡ്രോണുകളെയും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ച് കണ്ടെത്താനും റഡാർ സംവിധാനത്തിൽ കുടുങ്ങാത്ത ഡ്രോണുകൾ പോലും കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തി തകർക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് അൽക്ക കപ്പലാൻ എന്ന് പറയുന്ന ലേസർ ടാങ്ക്
സംവിധാനത്തിനുള്ളത് എന്നുള്ളത് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഏതൊരു ഡ്രോണുകളും രാജ്യത്തിൻ്റെ അകത്ത് അതീവ രഹസ്യമായി പ്രവേശിച്ചാൽ പോലും വളരെ കൃത്യതയോടുകൂടി കണ്ടെത്തിയിട്ട് അതിനെ നശിപ്പിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഒരുക്കുന്നതാണ് ഈ ലേസർ ടാങ്ക് സംവിധാനം എന്നുള്ളത് അമേരിക്ക അടക്കമുള്ള ലോക രാജ്യത്തെ അതിശയിപ്പിക്കുകയും അതേപോലെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്.